ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടെങ്കിലും ഞാൻ എൻ്റെ ലൈഫ് എങ്ങനെ ആവണമെന്നും എൻ്റെ ചുറ്റുമുള്ളവർ വളരെ ഇടുങ്ങിയ ചിന്താഗതിയായിട്ടാണ് ജീവിക്കുന്നതെന്നും എനിക്ക് ഇൻസ്റ്റയും യൂട്യൂബും ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സൊക്കെ കാണിക്കുന്നത് കണ്ടപ്പോഴാണ് മനസ്സിലായത്. ഞാൻ ഒരു 8th 9th ഒക്കെ ആയപ്പോഴേക്കും എൻ്റെ ഒരു 20 വയസ്സാകുമ്പോൾ എൻ്റെ ലൈഫ് എങ്ങനെ ആയിരിക്കും, ഞാൻ എന്തായിരിക്കും എന്ന് ചെയ്യുന്നതെന്ന് ഒരുപാട് ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു +2 കഴിഞ്ഞിട്ട് എന്തായാലും ഒരു പേരിൻ്റെ ഒരു ഡിഗ്രി എടുക്കാം. അത് കഴിഞ്ഞ് 18 വയസ്സാകുമ്പോൾ എന്തായാലും ഇവരെന്നെ കെട്ടിച്ച് വിടും. അത് കഴിഞ്ഞ് പിന്നെ സുഖമായിട്ട് ഹസ്ബൻഡ് പൈസ കൊണ്ട് ജീവിക്കാം. എന്നും കല്യാണങ്ങളും വിരുന്നും സ്വർണ്ണമൊക്കെ ഇട്ട് ഇങ്ങനെ ചുരിദാറൊക്കെ ഇട്ട് പോവാം. ആ ഒരു മൈൻഡായിരുന്നു എനിക്ക്. ഞാനാണ് ഇന്ന് 20 വയസ്സിൽ എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടിയൊക്കെ ഒരു വീടൊക്കെ ഒന്ന് വെച്ച് സെറ്റിലായാൽ മതി എന്ന് പറഞ്ഞ് കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് പഠിക്കുന്നത്. ഇപ്പോഴാണ് അന്നത്തെ എൻ്റെ മൈൻഡ് എന്തൊരു മോശമായതെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. എൻ്റെ വാപ്പ വീട്ടിൽ പണിയെടുക്കുന്നതിന് മാറി നിന്ന് കുറ്റം പറഞ്ഞ ആ അമ്മായിനെ എനിക്കിപ്പോഴും അറിയാം. എല്ലാ പെണ്ണുങ്ങളും പണിക്ക് പോകുന്നെങ്കിലും അവർ വന്നതിന് ശേഷം രാത്രിത്തേക്കുള്ള ഫുഡ്, രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് രാവിലത്തേക്കുള്ള ഫുഡ്, പിന്നെ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് എന്തിനു വേണ്ടിയാണ് എന്നെനിക്കറിയില്ല. അന്ന് എനിക്കിതൊക്കെ നോർമലാണെങ്കിൽ ഇന്ന് ഞാൻ ആലോചിക്കുമ്പോഴേക്കും ഇത് ആണുങ്ങളുടെ കാര്യത്തിൽ വരുമ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അവർക്ക് രാവിലെ ഫുഡ് കഴിക്കുക, പണിക്ക് പോവുക, തിരിച്ച് വരിക, ഫുഡ് കഴിക്കുക, അത് മാത്രമേ ഉള്ളൂ. അന്നേ ഇതൊക്കെ മാറ്റി സ്വന്തം കാര്യത്തിന് പ്രയോറിറ്റി കൊടുത്തായിരുന്നെങ്കിൽ ഇന്ന് ഈ കഷ്ടപ്പെട്ട് ലൈഫിൽ ഒരു എക്സ്പീരിയൻസ് ഇല്ലെന്നൊക്കെ പറഞ്ഞ് കിടന്ന് കരയുന്ന ആൾക്കാരെ എനിക്ക് എപ്പോഴും അറിയാം. പക്ഷേ ആണുങ്ങൾ കഴിച്ചിട്ട് പെണ്ണുങ്ങൾ കഴിച്ചാൽ മതി, മോളിരിക്കല്ലേ, കാക്കമാരിരിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ചിരിക്കാമല്ലോ എന്ന് പറയുന്ന അമ്മായിമാരുള്ളിടത്തോളം കാലം നമ്മുടെ ഈ ഇതൊന്നും മാറാൻ പോകുന്നു.